ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം മേക്കേഴ്സിന് യങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. എന്തായാലും നമുക്കൊരു സെൽഫ് കെയർ ചെയ്യാനും ഒക്കെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് തന്നെയാണ് ആദ്യത്തെ പോയിൻറ്റ്. പ്രയോറിറ്റൈസ് സെൽഫ് കെയർ. സെൽഫ് കെയറിന് നമ്മൾ ഡെയിലി ഒരു പ്രയോറിറ്റി കൊടുക്കുക. പലപ്പോഴും നമ്മൾ ഫാമിലിയുടെ കാര്യങ്ങളും തിക്കും തിരക്കും ഒക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും പറയുന്ന പോലെ സെൽഫ് കെയറിന് നമ്മളെപ്പോഴും ഒരു സമയം കണ്ടെത്തണം. അതാണ് നമ്മളുടെ ചെറുപ്പമായിട്ടിരിക്കാനുള്ള സീക്രട്ട്. എല്ലാ ദിവസവും നമുക്ക് വേണ്ടി ഒരു 15 മിനിറ്റെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. സ്കിൻ കെയർ ചെയ്യാനോ, നല്ലൊരു കുളിക്കാനോ, അല്ലെങ്കിൽ നല്ല സമാധാനമായിട്ടിരുന്നൊരു ചായ കുടിക്കാനോ, ഫേസ് പാക്ക് ഇടാനോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ മനസ്സിന് തന്നെ ചേഞ്ച് ഉണ്ടാവും. ആ മനസ്സിൻ്റെ ചേഞ്ച് നമ്മളിലോട്ട് എനർജി ആയിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ എനർജിയിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കും. എന്നിട്ട് നമ്മളെ തന്നെ അത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾക്കും ഈ കെയർ ആവശ്യമാണ്, നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്ട്രെസ് അങ്ങ് കുറയാൻ തുടങ്ങും. സ്ട്രെസ്സ് കുറയുമ്പോൾ നമ്മുടെ ഫേസിൽ നാച്ചുറലായിട്ടുള്ള ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും. ഒരു ഹോം മേക്കർ ആണെങ്കിൽ, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കും, കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും, നമ്മൾ കൂടുതൽ ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഏജിനേക്കാളും യങ്ങറായിട്ട് ഇരിക്കുകയും ചെയ്യും, ബോത്ത് ഉള്ളിലും പുറത്തും. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പമായിട്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു മരുന്ന് തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളെപ്പോഴും പല പണികളിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എക്സസൈസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, നമുക്ക് മടിയായിട്ട് വരികയും ചെയ്യും. പക്ഷെ നമ്മൾ എന്തെങ്കിലും വാക്കിങ്ങോ യോഗയോ സ്ട്രെങ്ത് ട്രെയിനിങ് ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ബോഡീനെ ഫ്ലെക്സിബിളും സ്ട്രോങ്ങും ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുക. റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവും, ബോൺസ് സ്ട്രെങ്ത് വെക്കും. അപ്പോൾ നമ്മുടെ എനർജി ലെവൽസ് ഹൈ ആയിട്ടിരിക്കും. ജിമ്മിൽ പോകണമെന്നില്ല, പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് പാട്ട് വെച്ചൊന്ന് ഡാൻസ് ചെയ്യുക, ടി വി കാണുമ്പോൾ തന്നെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒരു 15 മിനിറ്റിൻ്റെ ഡെയിലി വർക്കൗട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ട് അതൊന്ന് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഒരു ആക്റ്റീവ് ബോഡിയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള സ്റ്റിഫ്നെസ്സും പിന്നെ ഏർലി ഏജിങ് സൈൻസും എല്ലാം നമുക്ക് മാറ്റി കിട്ടാൻ ചെയ്യും. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൻ്റെ ഒരു മരുന്നാണെന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. ഇനി പുതിയ സ്കിൽസ് ലേൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അപ്പിയറൻസ് മാത്രമല്ല നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്നത്, നമ്മുടെ മൈൻഡിനെ നമ്മൾ ഷാർപ്പായിട്ട് നിർത്തണം. എപ്പോഴും നമ്മുടെ ബ്രെയിനെ നമ്മൾ ചാലഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ പുതിയ സ്കിൽസ് പഠിച്ചിട്ട് നമ്മുടെ മെമ്മറി നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും, നമ്മുടെ കോൺഫിഡൻസും കൂടുകയും ചെയ്യും. അപ്പം നമ്മൾ ഹോം മേക്കേഴ്സിന് പഠിക്കാൻ പോവാന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത പോലെയാണല്ലേ. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാം. പുതിയ റെസിപ്പീസ് പഠിക്കാം, എംബ്രോയ്ഡറി, പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പിന്നെ ഇതുപോലെ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ, നമുക്ക് സൈഡായിട്ട് ഒരു ഇൻകം കൂടി കിട്ടാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ നോക്കുക. ഇൻകത്തിന് വേണ്ടി അല്ലെങ്കിലും നമ്മളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്നത് നമുക്കൊരു യൂത്ത്ഫുൾ ഗ്ലോ ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും നമ്മൾ പുറത്തെ കാര്യങ്ങളുമായിട്ട്. അപ്പം നമ്മുടെ ഉള്ളിലൊരു സ്റ്റക്കായി പോയ ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൈൻഡ് ഒരിക്കലും വയസ്സായി പോവില്ല. അപ്പോൾ നമ്മളുടെ ഏജിനേക്കാളും നമ്മൾ ചെറുതായിട്ട് തന്നെ ഇരിക്കും. ഇനിയത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. നമ്മുടെ ബോഡിയുടെയും സ്കിന്നിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡാണ് അല്ലേ. അപ്പം നമ്മൾക്ക് എപ്പോഴും ഫുഡുണ്ട്, നമ്മളെപ്പോഴും ഫുഡ് വീട്ടിലുണ്ട് എന്നുള്ളത്. അപ്പം എന്ത്
ബാക്കി വന്നാലും സ്നാക്സും എല്ലാം കഴിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. പക്ഷേ നമ്മളുടെ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള മീൽസ് കഴിക്കുക എന്നുള്ളതാണ്. ഇലക്കറികൾ, പിന്നെ നമ്മുടെ സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്, മാങ്ങ, ചക്ക, പിന്നെ ഹോൾ ഗ്രെയിൻസ്, നട്ട്സ്, ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടായിട്ടിരിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ഈ കരിക്കും വെള്ളം കുടിക്കുക, അതുപോലെ ഹെർബൽ ടീസ് ഇഷ്ടമാണെങ്കിൽ അത് കുടിക്കുക. ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒരു സ്റ്റേബിളായിട്ട് നമുക്കൊരു എനർജി ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. നല്ല ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുഖത്ത് ചുളിവുകൾ വരില്ല, പിന്നെ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തളർച്ച, ഇതൊക്കെ കുറച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മുടെ മുഖത്ത് കാണും. സോ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലും പുറത്തും അത് കാണും. അതുപോലെ നമ്മൾ മാക്സിമം ആൾക്കാരായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ ഒറ്റയ്ക്കായാൽ ലോൺലിനെസ് ഉണ്ടായാൽ നമുക്ക് അപ്പോഴും ഒരു ഓൾഡ് ഫീലിംഗ് വരും. അപ്പം പലപ്പോഴും ഹോം മേക്കേഴ്സിന് പറ്റുന്നതാണ്, നമുക്ക് പണികളും കാര്യങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങും. അപ്പോൾ നമ്മൾ പഴയ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് അങ്ങ് ടച്ച് വിടും. പിന്നെ പുറത്ത് പോകേണ്ട കാര്യങ്ങളില്ലാണ്ടാവുമ്പോൾ നമ്മൾ ആ കണക്ഷനൊക്കെ അങ്ങ് പോവും. അപ്പം നമ്മൾ ആൾക്കാരായിട്ട് കണക്റ്റായിട്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു യങ് ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി ആയിട്ട് എവിടെയെങ്കിലും ഒരു ക്ലാസ്സിന് ചേരുക. അപ്പോൾ നമ്മൾക്ക് ആൾക്കാരായിട്ട് നമുക്ക് എന്താ പറയുക, മിങ്കിൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വോളണ്ടിയർ ചെയ്യുക, ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ലീഡർഷിപ്പ് എടുക്കുക. പിന്നെ നെയ്ബേഴ്സൊക്കെ ആയിട്ട് നല്ലപോലെ സംസാരിക്കാൻ നോക്കുക. മറ്റുള്ളവരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പം നമുക്ക് സന്തോഷവും നമ്മുടെ കാര്യങ്ങൾ പറയാനും എല്ലാം നമുക്കൊരു കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ചുറ്റിനും ഒരു പോസിറ്റീവായിട്ടുള്ള ചിയർഫുൾ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എനർജി ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. അപ്പം പലതരത്തിലുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതം കളർഫുൾ ആക്കാനും നമുക്ക് മൊത്തത്തിലൊരു കോൺഫിഡൻസും ഹാപ്പിനെസ്സും ഈ ചെറുപ്പം നിലനിർത്താനും എല്ലാം കഴിയും, ഏത് പ്രായത്തിലാണെങ്കിലും. അടുത്തൊരു കാര്യം, ഈ നമ്മളുടെ ഇതിന് എതിരായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പ്രിമച്വറായിട്ട് നമ്മളെ ഏജ് ചെയ്യാനുള്ള മെയിൻ ഒരു കാരണമാണ് സ്ട്രെസ്സ്. അപ്പോൾ പലതരം റെസ്പോൺസിബിലിറ്റീസാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു ഭയങ്കര ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ആണ് ഡെയിലി പല കാര്യങ്ങൾ അത് മാനേജ് ചെയ്തിട്ട്. അപ്പോൾ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ യങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തന്നെ കുറച്ച് ഹാബിറ്റ്സ് ഫോം ചെയ്യാം, കാമിങ് ഹാബിറ്റ്സ്, ലൈക്ക് മെഡിറ്റേഷൻ ചെയ്യാം, ജേർണലിങ് ചെയ്യാം, ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം, നമുക്ക് പ്രയറിലാണെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഉള്ളിലൊരു സമാധാനം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ കുറച്ച് ഹോബീസ്, ഗാർഡനിങ്, പെയിൻറ്റിങ്, പാട്ട് കേൾക്കുന്നത്, ഇതെല്ലാം ടെൻഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിൻ ഗോളെന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജി അങ്ങ് കളയുക ആൻഡ് അതിനെ നമുക്ക് കാമായിട്ടുള്ള ഫീലിംഗ് വെച്ച് റീപ്ലേസ് ചെയ്യുക. നമ്മുടെ മൈൻഡ് പീസായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖം റിലാക്സ്ഡ് ആയിട്ടിരിക്കും, നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനത്തെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവുന്നു. അപ്പോൾ എന്തായാലും ഒരു കാമായിട്ടുള്ള ആളാണെങ്കിൽ എന്തായാലും യങ് ആയിട്ടിരിക്കും, കാരണം അൺനെസസറി സ്ട്രെസ്സ് മുഖത്തുണ്ടാവില്ല. പിന്നെ കുറച്ച് നമ്മുടെ അപ്പിയറൻസ് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. മൊത്തത്തിലൊന്ന് ഗ്രൂം ചെയ്ത് നടക്കുക, ഹെയർ നന്നായിട്ട് കൊണ്ട് നടക്കുക, നെയിൽസൊക്കെ ട്രിം ചെയ്യുക, സ്കിൻ ക്ലീൻ ആയിട്ടിരിക്കുക, നമ്മളിടുന്ന ക്ലോത്ത്സ് നല്ല ഫ്രഷായിട്ട് നമുക്ക് ചേരുന്ന ക്ലോത്ത്സ് ഇടുക. എക്സ്പെൻസീവായിട്ട് പോകണമെന്നല്ല, പക്ഷേ സ്കിൻ കെയർ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക, സൺസ്ക്രീനും മോയ്സ്ചറൈസേഷനും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ നന്നായിട്ട് തന്നെ വീട്ടിൽ ഡ്രസ്സ് ചെയ്യുക, അത് തന്നെ നമ്മുടെ ഒരു മൂഡും കോൺഫിഡൻസും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരും അല്ലേ. അതുപോലെ നമ്മൾ നല്ല കുറച്ച് കമ്മലിട്ട് ഒരു ചെറിയ കൺമഷിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ നോക്കി നമ്മൾ മിററിൽ നോക്കി നമുക്ക് തന്നെ ഒരു ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പം തന്നെ നമുക്കൊരു എക്സ്ട്രാ ഷൈനിങ് ഒക്കെ വരും. ഇനി നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ചിയർഫുള്ളായിട്ട് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരുന്നാൽ നമ്മുടെ വയസ്സ് താഴ്ന്നു പോവും. അപ്പോൾ കമ്പയർഡ് ടു ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരാളെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും താങ്ക്ഫുള്ളായിട്ടിരിക്കുക. കുട്ടി കുട്ടി ബ്ലെസ്സിങ്സിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ
കൂടുതൽ ഫോക്കസ് ചെയ്യുക നമുക്കില്ലാത്തതിനേക്കാളും. എന്നിട്ട് ഓരോ ചാലഞ്ച് വരുമ്പോഴും നമ്മൾ അതിൻ്റെ സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. നന്നായി ചിരിക്കുക, സ്മൈൽ ചെയ്യുക, പൊട്ടിച്ചിരിക്കുക. ഡെയിലി നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ തമാശ കാണുമ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യുക. അതൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ്. നമ്മളെ റിലാക്സ് ചെയ്യും, ഫേസ് മസിൽസ് റിലാക്സ് ചെയ്യും, സ്ട്രെസ് ലൈൻസ് ഉണ്ടാവും മുഖത്ത്, അതെല്ലാം കുറയ്ക്കും, നമ്മുടെ മുഖത്ത് എനർജി വരും. അപ്പം ആൾക്കാർക്ക് തന്നെ ഇങ്ങനത്തെ ആൾക്കാരോട് ഒരു അട്രാക്ഷനാണ്. കാരണം നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മറ്റുള്ള ആൾക്കാർക്കും നമ്മുടെ ആ ഒരു റിഫ്രഷിങ് ഫീലിംഗ് കിട്ടും. അപ്പം അതും നമ്മൾ കീപ്പ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കാര്യം, നമ്മൾ നല്ല ഉറക്കമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്യുമല്ലേ, അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലോണം ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ കുറേ പണികളൊക്കെ ചെയ്ത് ലേറ്റായിട്ട് സിനിമയൊക്കെ കണ്ട് സീരീസൊക്കെ കണ്ട് നമ്മൾ ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ ഡള്ളായിരിക്കും, ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും, നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വെക്കുക. ഒരു 7-8 മണിക്കൂർ നമ്മൾ ക്വാളിറ്റി റെസ്റ്റ് ഒരു സമാധാനമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പാടില്ല. ഇച്ചിരി നേരത്തെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുക. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ നല്ലൊരു കാമിങ് റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക. വായിക്കുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, പിന്നെ ചെറിയ ചൂടുള്ള പാൽ കുടിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലതാണ്. പിന്നെ ഉറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ റിപ്പയർ നടക്കുന്ന പറയണേ എല്ലാത്തിനും. അപ്പോൾ നമ്മൾ നല്ല റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉറങ്ങി എണീക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എനർജിയും എല്ലാം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഹോബി ഉണ്ടായി ഇരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പറ്റേറ്റീവായിട്ടുള്ള വർക്കാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പാർക്ക് അങ്ങ് പോവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുക, ഡെയിലി ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ചിലർക്ക് തയ്യലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, പെയിൻറ്റിങ് ചെയ്യുന്നത്, സിംഗിങ്, ഗാർഡനിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്നത്, അല്ലെങ്കിൽ പല പല ഹോബീസില്ലേ, ക്രോഷയൊക്കെ പോലെ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിലോട്ടൊക്കെ ഒന്ന് ഫോക്കസ് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവും ഇന്ന് ഈ വീട്ടുപണി മാത്രമല്ല, നമുക്ക് ഈ ഒരു കാര്യങ്ങളും കൂടി ഉണ്ട്, ഈ ഒരു ഡ്രീംസും ടാലൻസും ഒക്കെ ഉള്ള ഒരാളാണ് ഞാനെന്ന് നമുക്ക് എല്ലാ ദിവസവും നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അതുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷമൊക്കെ വരും. അപ്പം നമ്മുടെ ഹോബീസൊക്കെ ചെയ്തു പോകുന്നൊരു ഹോം മേക്കറാണെങ്കിൽ മെൻ്റലി നല്ല ആക്റ്റീവായിരിക്കും, ഇമോഷണലി അവർ നല്ല ഫുൾഫിൽഡ് ആയിരിക്കും. അതുപോലെ അപ്പം നമുക്ക് ഒരു യങ് എനർജി നാച്ചുറൽ നല്ലൊരു പോസ്ചർ ക്യാരി ചെയ്യുക. അതായത് നമ്മളെങ്ങനെയാണ് നമ്മുടെ ബോഡീൻ്റെ വളഞ്ഞു കുത്തിയാണ് നടക്കുന്നത്. എപ്പോഴും വയസ്സായ ആൾക്കാരല്ലേ വളഞ്ഞ് നടക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇച്ചിരി വളവുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഓൾഡർ അല്ലെങ്കിൽ ടയേർഡ് ലുക്ക് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല തല ഉയർത്തി കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് യങ് ലുക്ക് തരും. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നമ്മളെ ഷോൾഡർ പതുക്കെ പുറകോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പുറകോട്ട് വെച്ചിട്ട് അത് ആ ഒരു പോസ്ചർ പിടിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്ത് നമ്മുടെ താടി ഒന്ന് പൊക്കി തന്നെ വെച്ചിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി നോക്കുക. നല്ല പോസ്ചറാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് മറ്റുള്ളവർക്ക് അത് തോന്നും കാണുമ്പോൾ തന്നെ. അപ്പം നമുക്കും ഉള്ളിലൊരു സ്ട്രെങ്ത്തും ഗ്രേസും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ഒരു നല്ലൊരു പോസ്ചർ ഉണ്ടായിട്ടിരിക്കുക. പിന്നെ നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ ലുക്ക്, ലൈഫ് സ്റ്റൈല്, നമുക്ക് കിട്ടിയ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത്, ചിലപ്പോൾ നമുക്ക് ഹോം മേക്കേഴ്സിനുള്ളതാണ് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള അടിപൊളി ആൾക്കാർ, ഇവരൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷം തന്നെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ജേർണിയിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഗ്രസ്സിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളുടെ ക്വാളിറ്റീസ് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ വീടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവില്ല, സ്ട്രെസ്സും കൂടും. പിന്നെ സ്ട്രെസ്സ് കൂടിയാൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾ എന്തായാലും നല്ലൊരു യങ് ലുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക. കാരണം എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് കണക്റ്റഡ് ആയിട്ടിരുന്നാൽ പഴയ ആ റുട്ടീനിൽ തന്നെ പഴയ ഒരു രീതിയിൽ തന്നെ നിൽക്കാതെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ഫാഷൻ അല്ലെങ്കിൽ പുതിയതായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐഡിയാസ്, പുതിയ റെസിപ്പീസ്, പുതിയ ടെക്നോളജി, ട്രെൻഡ്, ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ
നമുക്ക് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അതിൽ ഒന്ന് ആക്സെപ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മെൻ്റലി ഒന്ന് ആക്റ്റീവ് ആവും, വേൾഡുമായിട്ടൊരു കണക്റ്റഡ് ഫീല് വരും. പുതിയ ആപ്ലിക്കേഷൻസ്, അതുപോലെ പുതിയ ഹോം മേക്കിങ്ങിലെ ടെക്നിക്സ്, പുതിയ ഡ്രസ്സിങ് സ്റ്റൈല്, ഇതെല്ലാം നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ അപ്പോൾ നമുക്ക് ആ ഒരു പഴയ രീതി തന്നെ പിന്തുടർന്ന് പോകേണ്ടി വരില്ലല്ലോ. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ചുറ്റിനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി നോക്കുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, നെഗറ്റീവ് ഗോസിപ്പിംഗ് ആൾക്കാർ, കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാർ, അങ്ങനെയുള്ള സറൗണ്ടിങ്സിൽ നിന്ന് പയ്യെ നമ്മൾ ഒഴിവാവാൻ വേണ്ടി നിൽക്കുക. നമ്മളെ ഉയർത്തുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ടാവുക. നമ്മുടെ വീട് നല്ല ക്ലീൻ ആൻഡ് ഹാപ്പി, ഒരു കാം പ്ലേസായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. അതുപോലെ വീട്ടിൽ നമുക്ക് കുട്ടി കുട്ടി ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ പ്ലാന്റ്സും നല്ല ഫ്ലവേഴ്സും അങ്ങനെ എല്ലാം ഒരു നല്ലൊരു ഹോം അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് സ്പ്രെഡ് ചെയ്യും. ആ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് നമ്മുടെ ഫേസ് തന്നെ ബ്രൈറ്റൻ അപ്പ് ആവും. അപ്പം ഇതും നമുക്ക് നല്ലതായിട്ട് വരുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കുക. ഒരുപാട് ജോലികൾ ചെയ്ത് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവും അല്ലേ. അപ്പം അങ്ങനെ വരാതെ നമുക്ക് ബ്രേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഡേ പ്ലാൻ ചെയ്യുക. നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് റീചാർജായി കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊന്ന് നോക്കുക. വലിയ എക്സ്പെൻസീവ് ട്രാവലല്ല, നമ്മൾ ഒരു കുട്ടി വാക്കിന് പോയാലും ഒരു ഫാമിലി പിക്നിക്കോ 1 ഡേ ട്രിപ്പോ എല്ലാം നല്ല കാര്യം തന്നെയാണ്. അത് നമുക്ക് നല്ലൊരു ചേഞ്ച്, മനസ്സിനൊരു ഫുൾ റിലീഫ് തരുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ നമ്മൾ ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ബോണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു സമാധാനവും നമുക്കും അത് നമ്മുടെ ഫേസിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഉള്ളിലെ ഹാപ്പിനെസ്സും എല്ലാം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പുതിയ സ്റ്റൈൽസൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. മുടിയൊക്കെ ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ്, പുതിയ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. പല രീതിയിൽ സാരി എടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസും ഒരു വെറൈറ്റിയും ഒക്കെ നമുക്ക് തോന്നും. താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ലൈഫ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാളും നമുക്ക് എത്ര കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് ആണ് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ ഒരുപാട് സ്ട്രെസ്സ് കുറയ്ക്കാനും അത് ഏജിങ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന ജോലികൾ ഹാപ്പി ആയിട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് ചിരിക്കാൻ വേണ്ടി നോക്കുക. എങ്ങനെയാണോ അത് നടക്കുക അത് നമ്മൾ നോക്കുക. ലൈഫിനെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കാതെ എന്തെങ്കിലും ഒരു ഫണ്ണി മൂവി പോവുക, കുട്ടികളായിട്ട് എന്തെങ്കിലും ജോക്ക് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക, നമ്മുടെ തന്നെ സില്ലി മിസ്റ്റേക്സിൽ ചിരിക്കുക. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിരിക്കാനൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ആ ചുളിവൊക്കെ ഒന്ന് പോയിട്ട് മുഖം നല്ല ബ്രൈറ്റൻ അപ്പ് ആവും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്തത്. നല്ല ഹാപ്പി ആയിട്ട് യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെയാണ് നമുക്കിത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മൾ വിചാരിച്ചാൽ ഇത് ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ ഓരോ ദിവസം ട്രൈ ചെയ്ത് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എന്തായാലും ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. എല്ലാവരും ഒന്ന് യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.